ഇറാനും ഇസ്രയേലും പരസ്പരം യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. എങ്ങും യുദ്ധാന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഇറാഖുമായുള്ള 1980കളിലെ യുദ്ധം ലോകരാജ്യങ്ങൾ ഒരിക്കലും മറക്കില്ല. ആ യുദ്ധത്തിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണമാണ് 2025 ജൂൺ 13 സംഭവിച്ചിരിക്കുന്നത്. നിരവധി നാശനഷ്ടങ്ങൾ ഈ ആക്രമണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇറാന്റെ തിരിച്ചടിയും അത്രയും വ്യാപ്തിയുള്ളത് തന്നെയായിരിക്കും. ഈ സാഹചര്യത്തിൽ ഇറാന്റെയും ഇസ്രയേലിന്റെയും സൈനിക കരുത്ത് നാം പരിശോധിക്കേണ്ട ഒന്നാണ്. ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ സൈനിക ശക്തിയിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇറാൻ തന്നെയാണ്. ജനസംഖ്യയിലും ഇറാനാണ് മുന്നിൽ. അതായത് ഇസ്രയേലിനെതിനേക്കാൾ 10 ഇരട്ടി ജനസംഖ്യ. ഈ ജനസംഖ്യയിലെ നല്ലൊരു ശതമാനം ആളുകളും ഇറാൻ സായുധ സേനയിലെ അംഗങ്ങളായി പ്രവർത്തിക്കുന്നതാണ്. ഇറാനിയൻ സായുധ സേന എന്ന് പറയുന്ന തന്നെ പശ്ചിമേഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ സായുധ സേനകളിൽ ഒന്നാണ്. ഇതുകൂടാതെ കരുത്തുകൂട്ടാൻ കരസേന, നാവികസേന, അർദ്ധസൈനിക വിഭാഗങ്ങളിലായി 1,69,500 സജീവ സൈനികരും ഇറാന്റെ പക്കലുണ്ട്. ഇങ്ങനെയാണ് കണക്കുകൾ പറയുന്നത്. ഇതിനു പുറമെ റിസർവ് സേനയിലെ അംഗങ്ങളും അർദ്ധസൈനിക വിഭാഗത്തിലെ അംഗങ്ങളും ഇതിൽ ഉൾപ്പെടും. പക്ഷേ ഇസ്രയേൽ തന്നെയാണ് ഇറാനേക്കാൾ പ്രതിരോധ ചെലവിന്റെ കാര്യത്തിൽ മുന്നിലുള്ളത്. കണക്കുകളും ചില റിപ്പോർട്ടുകളും പ്രകാരം ഇസ്രയേലിന്റെ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് $24 ബില്യൺ. അതേസമയം ഇറാന്റേത് $9.95 ബില്യൺ ആണെന്നാണ് പറയുന്നത്. മാത്രമല്ല ജനസംഖ്യയുടെയും മനുഷ്യശക്തിയുടെയും കാര്യത്തിൽ ഇറാൻ ഇസ്രയേലിനെ മറികടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും ആധുനിക ആയുധ ശക്തികളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രയേൽ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതിന് ഇസ്രയേലിന് പൂർണ്ണ സഹായം ഒരുക്കിയിരിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ഈ സഹായം ഇസ്രയേലിനെ എപ്പോഴും തുണയ്ക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇറാനേക്കാൾ ഇസ്രയേലിന് കൂടുതൽ വ്യോമശക്തിയുമുണ്ട്. ഇസ്രയേലിന് ആകെ 612 വിമാനങ്ങളും ഇറാന് 551 വിമാനങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ വ്യോമസേനയിൽ അമേരിക്കയുടെ ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാന്റെ മിസൈൽ ആയുധശേഖരത്തിന് മുന്നിൽ ഇസ്രയേൽ ഒന്നുമല്ല എന്നാണ്. അതായത് ഇറാനിലുള്ളത് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധശേഖരം തന്നെയാണ്. അതിനെല്ലാം ഏത് ലക്ഷ്യത്തെയും ശത്രുവിന്റെ നെഞ്ചും കൂട് തകർക്കാനുള്ള ശേഷിയുമുണ്ട്. കരശക്തിയുടെ കാര്യത്തിലാണെങ്കിലും ഇവിടെയും മുൻതൂക്കം ഇറാനുണ്ട്. കാരണം ഇസ്രയേലിന് 1370 ടാങ്കുകളും ഇറാന് 1996 ടാങ്കുകളുമാണുള്ളത്. ഇതൊക്കെയാണെങ്കിലും ഇറാനോ ഇസ്രയേലിനോ കാര്യമായ നാവിക സാന്നിധ്യമില്ല. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ കപ്പലുകളുടെ എണ്ണം 67. മാത്രമല്ല ഇറാനിൽ 19 അന്തർവാഹിനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയ്ക്ക് കടലിൽ മിന്നലാക്രമണം നടത്താനുള്ള ശേഷിയുമുണ്ട്. അതായത് യുദ്ധമുഖത്ത് അമേരിക്ക പോലും ഭയക്കുന്ന ഹൂതികളും ഇറാന് കരുത്തായി കൂടെയുണ്ട്. ഇസ്രയേൽ ആണവോർജത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. എന്നിരുന്നാലും ഇറാന്റെ പ്രഹരം ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇറാൻ അവരുടെ രഹസ്യ ആവനാഴിയിൽ പ്രയോഗിക്കാൻ പാകത്തിനുള്ള വജ്രായുധങ്ങൾ ഉറപ്പായും ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അത് എന്തൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു നിശ്ചയവും ഒരു എതിരാളികൾക്കും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല കണക്ക് കൂട്ടാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. നിലവിൽ യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ. തന്ത്രപ്രധാനമായ സ്ഥലത്തെല്ലാം ആക്രമണങ്ങൾ തുടരുകയാണ്. അപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നത് യഥാർത്ഥത്തിൽ ഇറാന്റെ എതിരാളികൾ അമേരിക്കയും ഇസ്രയേലും ആയതുകൊണ്ട് തന്നെ ഇനി എന്തും ലോകത്ത് സംഭവിക്കാം എന്നത് തന്നെയാണ്. ആയതിനാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളും നടത്തുന്ന ആക്രമണവും പ്രത്യാക്രമണവും ചർച്ചയിലൂടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്നത് മഹാദുരന്തം തന്നെയായിരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.